ഹായ് ഹലോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, എണ്ണ കാച്ചിയ റെസിപ്പി ആയിട്ടാണ്. അതായത് നമുക്ക് തലമുടിയിലോട്ട് വേണ്ടിയുള്ള ഒരു കാച്ചിയ എണ്ണയുടെ റെസിപ്പിയാണിത്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ നമുക്ക് സ്യൂട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു എണ്ണയുടെ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീടിന് ചുറ്റുമുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ എണ്ണ കാച്ചിയത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് തുളസി, കറിവേപ്പില, മൈലാഞ്ചിയില, പിന്നെ അതുപോലെ അഞ്ചതളിൻ്റെ ചെമ്പരത്തിപ്പൂവ്. പിന്നെ നമുക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ നമ്മുടെ തലനീരിറക്കത്തിനൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ ചേർക്കുന്നതാണ് കരയാമ്പൂവ്. അപ്പോൾ അതുകൂടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഓരോ ഇലകളുടെയും അളവെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനെടുത്തിരിക്കുന്നത് എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നത് അത്രയാണ്. അപ്പോൾ എല്ലാവരും ഓരോ അളവിലെടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ ചെമ്പരത്തിപ്പൂവും കരയാമ്പൂവും നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും ഗ്രൈൻഡറിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കാണ് ഈ എണ്ണ കാച്ചിയത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മൈലാഞ്ചിയിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ മുടിയൊക്കെ പെട്ടെന്ന് ചുമന്ന കളറായിട്ട് മാറും. നമുക്ക് നെല്ലിക്ക ഉണക്കി പൊടിച്ചത് പിന്നെ അതുപോലെ കറ്റാർവാഴയൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ നമുക്ക് കേടുകൂടാതെ കുറച്ച് കാലം എണ്ണ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം അതങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ നല്ല ചൂടായ ചട്ടിയിലോട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 ഗ്ലാസ് അളവിൽ വെളിച്ചെണ്ണയാണ്. നല്ല പച്ച വെളിച്ചെണ്ണ നമുക്ക് എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് ചൂടായ ആ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതായത് ലോ ഫ്ലെയിം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുവേണ്ടി നമുക്ക് ലോ ഫ്ലെയിം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം ഒരു 10 മിനിറ്റോളം. നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് കിട്ടാവുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു എണ്ണ കാച്ചിയ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് കുറച്ച് നേരം മാറ്റി വെക്കാം. ഇതുപോലെ തോര വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ മറ്റൊരു ഭാഗത്തും അതുപോലെ തന്നെ അതിൻ്റെ വേസ്റ്റ് മറ്റൊരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു അരിപ്പ് വെച്ചിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് നമുക്ക് അരിച്ചെടുക്കാം. അരിപ്പ് വെച്ച് അരിക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ നല്ലൊരു നൈസായിട്ടുള്ളൊരു തുണി കഷ്ണം ഉപയോഗിച്ച് അതിലോട്ട് ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കാച്ചി എണ്ണ ഇവിടെ നന്നായിട്ട് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊരു കുപ്പിയിലൊഴിച്ച് നമുക്ക് അടച്ചു വെച്ച് സൂക്ഷിക്കാം. ഏത് സമയത്തും പ്രായഭേദമന്യേ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു എണ്ണ കാച്ചിയതാണിത്. അപ്പോൾ നമ്മുടെ മുടി വളരാനും പിന്നെ അതുപോലെ തന്നെ നരക്കാൻ ഉദ്ദേശിക്കുന്ന മുടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് കലനരയൊക്കെ മാറി നല്ലതായിട്ട് കിട്ടും. ഞാനിത് സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു എണ്ണയാണിത്. അപ്പോൾ ദിവസേന കുളിക്കുന്നതിന് മുമ്പ് 2-3 ഡ്രോപ്പ് നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം. തലനീരിറക്കമുള്ള അമ്മമാർക്കുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഈ എണ്ണ കാച്ചിയത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.